പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് മഞ്ചുവിളാകം ജയകുമാർ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, എന്താണ് താങ്കൾ ഈ ഒരു വിഷയം അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു? എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഈ കോളേജിൽ എന്താണ് സംഭവം നടന്നത്? നമുക്കറിയാം, കേരളത്തിലെ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പ്രദേശത്തുള്ള മറ്റൊരു പ്രദേശമില്ല കേരളത്തിൽ. ഈ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ കൊല്ലയിൽ പഞ്ചായത്തിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു കൃഷ്ണരു എന്ന അദ്ദേഹം സംഭാവന ദാനമായി കൊടുത്ത വസ്തുവിലാണ് ഈ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനകത്താണ് ധനുവച്ചപുരം NSSന്റെ പേരുള്ള VTM NSS കോളേജ്, പിന്നെ പണ്ട് വളരെ പഴക്കമുള്ള ഈ ധനുവച്ചപുരം ITI, പിന്നെ ഇതുകൂടാതെ IHRD കോളേജുണ്ട്, പിന്നെ ബോയ്സ് ഹൈസ്കൂളുണ്ട്, ഗവൺമെന്റ് സ്കൂളുണ്ട്, ഗേൾസ് ഹൈസ്കൂളുണ്ട്, പിന്നെ NSSന്റെ സ്കൂളുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയും 10-12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ രാഷ്ട്രീയ സംഘടനകൾ പതിവാണ്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. കോളേജും IHRDയും ITIയും, ITIയിലെ ഒരു SFI മാത്രമാണുള്ളതെങ്കിൽ ധനുവച്ചപുരം കോളേജിൽ ABVP മാത്രമുള്ളതാണ്. പണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് ഈ രാഷ്ട്രീയ സംഘടനകൾ പണ്ടേ ഒരു പല്ലവിയാണ്. പക്ഷേ വിദ്യാർത്ഥിനികൾ തമ്മിൽ അടിക്കുന്നത് ഒരു ഒരു സംഘടന ഏർപ്പെടുന്ന ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ കേട്ടില്ല. ബോയ്സ് ഈ പറഞ്ഞ NSS കോളേജിലോ ITയിലോ സ്കൂളുകളിലോ സംഭവിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് 2ാം വർഷ വിദ്യാർത്ഥി NCEA കോഴ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇന്ന് MMEയിൽ പഠിക്കുന്ന 2-3 കുട്ടികൾ ചേർന്ന് മർദ്ദിക്കുകയുണ്ടായി. അറിയാൻ കഴിയുന്നത് ഹോളിയുടെ അന്ന്, ഹോളിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തമ്മിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് പകവെച്ച്, സാധാരണ ആൺകുട്ടികളാണ് ഇങ്ങനെ പകവെച്ച് തീർക്കാറുള്ളത്, ആ പക ഉള്ളിൽ വെച്ച് ഇന്ന് ആ കുട്ടിയെ, NCEA കോഴ്സിൽ പഠിക്കുന്ന 2nd ഇയർ വിദ്യാർത്ഥിയെ, ഈ ഫസ്റ്റ് ഇയർ MMEയിലെ കുട്ടികൾ വിളിച്ചു വരുത്തി മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു. ഇതൊരു ഒരു ചരിത്ര സംഭവമാണ്. അങ്ങനെയൊന്നും ഇതുവരെ ധനുവച്ചപുരം സംഭവിച്ചിട്ടില്ല. അവരിപ്പോ എല്ലാവരും 3-4 കുട്ടികൾ ഇപ്പോൾ നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണം. ധനുവച്ചപുരം ഞാൻ പറഞ്ഞല്ലോ 8-10 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ്. സംഘടനകൾ സ്ഥിരമാണ്. ഒരു ദിവസം ഒരു സംഘടനയുടെ ഫലമായി IHRD കോളേജിൽ പോലീസ് റെയ്ഡ് ചെയ്തപ്പോ ക്ലാസ് മുറിയിൽ നേരെ ബിയർ കുപ്പിയും ലിക്കർ കുപ്പിയുമാണ്. അത് ഒന്നും രണ്ടുമല്ല, 10-50 കുപ്പികൾ അടുക്കി വെച്ചൊക്കെയാണ് IHRD കോളേജിനകത്ത്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളുടെ രാത്രിയുള്ള താമസം, അത് ഈ ITയിലും ഉണ്ട്. ITക്കകത്തുള്ള ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് പുറത്തുള്ള വിദ്യാർത്ഥികൾ അവിടെ താമസിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന, ഞാൻ ഇവിടെ ഉള്ള ആളാ, സ്ഥലവാസിയാ. പലപ്പോഴും പഠിച്ചിറങ്ങിയ കുട്ടികൾ, പഠിക്കാത്ത കുട്ടികൾ IHRD രാത്രികാലങ്ങൾ പോലും സ്റ്റേ ചെയ്യുകയാണ്. അവിടെ എന്ത് അഭ്യാസവും കാണിക്കുകയാണ്. ഗവൺമെന്റ് IT ആയതുകൊണ്ട് അവർക്ക് ഒരു ആദ്യം പേടിയില്ല. അപ്പൊ അധ്യാപകരുടെയൊക്കെ ഒരു പിന്തുണ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ വിദ്യാർത്ഥികളുടെ സംഘടനം ഇതിപ്പോ ഒരു ആദ്യ സംഭവമാണ്, ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പൊ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന് പല പ്രാവശ്യവും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്, കേരളത്തിലെ മുഖ്യമന്ത്രി, ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പല പ്രാവശ്യം നിവേദനം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി, ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി നിവേദനം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അനുവദിക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അനുവദിച്ചിട്ടില്ല. ഇത്രയും സംഘടനകൾ ഒരു തുടർച്ചയായ പരമ്പരയാണ് അനുവദിച്ചെടുത്ത്. അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഒരു വരിയോട് ചേർത്തോട്ടെ, ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്ന സ്ഥലവും കൂടിയാണ് ധനുവച്ചപുരം. അത് പറയുന്നത് എനിക്കൊരു പേടിയുമില്ല. കാരണം സ്വാഭാവികം, ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ITI, കോളേജ്, സ്കൂളുകൾ, IHRD, ഇത്രയും വിദ്യാർത്ഥികൾ, അത് ബിറ്റ്വീൻ പിന്നെ സ്കൂളുകളുണ്ട്. അപ്പോൾ 1ാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ പഠിക്കുന്ന 5 വയസ്സ് തൊട്ട് 20 വയസ്സ് പഠിക്കുന്ന കുട്ടികൾ ഇതിനകത്തുണ്ട്. അപ്പൊ ലഹരി ശരിക്കും ഈ നെയ്യാറ്റിൻകര താലൂക്കിൽ ഏറ്റവും കൂടുതൽ ലഹരിയുടെ ട്രാൻസാക്ഷൻ ഐ മീൻ പിള്ളേർക്ക് എത്തിച്ചു കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരു കോർണർ പ്ലേസ് കൂടിയാണ് ഈ പറയുന്ന ITയുടെയും ധനുവച്ചപുരം സ്കൂളിന്റെ ഇടയിലുള്ള ഭാഗം. അത് പല പ്രാവശ്യം ഞങ്ങൾ പരാതിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അടിയന്തരമായി ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ നിയന്ത്രിക്കാമായിരുന്നു. അങ്ങനെ സംഭവമില്ല, സംവിധാനമില്ല. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, അടിയന്തരമായി ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണം എന്നുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ മഞ്ചുവിളാകം ജയകുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.